ഒന്നാമത്തേത് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് മഹാപാപമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ശേഷം കുടുംബബന്ധം ചേർക്കുന്നവന് ആയുസ് ദീർഘിക്കും, അല്ലെങ്കിൽ അവൻ്റെ ആയുസ്സിൽ ഒരു വർധനവുണ്ടാവും. ശേഷം അള്ളാഹുവിന് വഴിപ്പെടുക എന്നത് ശരീരം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നമ്മൾ നിസ്കരിക്കുക അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശരീരം നമ്മളെങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കും. പിന്നെ പ്രഭാത സമയം വൈകുന്നേര സമയത്തേക്കാൾ പവിത്രമാണ്. ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കപ്പെടുന്ന ഇബാദത്താണ് അല്ലെങ്കിൽ നോമ്പാണെന്ത് ആശുറ നോമ്പ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസമാണ് മാസത്തിലെ രാവാണെന്ത് ലൈലത്തുൽ ഖദർ. പരിശുദ്ധ റമദാനിലാണ് ലൈലത്തുൽ ഖദർ. അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് സിദ്ദീഖുകൾ. ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ സഹാബത്തൊക്കെ ക്ഷമിച്ചത് നമ്മൾ ചരിത്രങ്ങളിലൂടെ പഠിച്ചതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് വെച്ചാൽ പൂർണ്ണ മുഅ്മിനല്ല. പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക, രണ്ട് കാലുകൾക്കിടയിൽ നീതി ചെയ്യുക എന്നതെന്താണ്? എന്നത് നന്മയുടെ വഴിയാണ്, ഖൈറിൻ്റെ വഴിയാണ്. പിന്നെ ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ, വന്ദിക്കുക എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിന് മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക. ക്ഷമ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേലിൽ അതിനെ ബന്ധനം ചെയ്യുക എന്നുള്ളതാണ് ക്ഷമ. മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലമാണ്. പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ട കാര്യമാണെന്ത്? പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക, ഭൗതിക സംസാരം ഒഴിവാക്കുക എന്നൊക്കെ ഉള്ളത്. സംസാരിക്കുകയാണെങ്കിൽ തന്നെ ശബ്ദം താഴ്ത്തി സംസാരിക്കാം. വിശ്വാസപരമായ 2 ത്വരീഖത്തുകളാണേത്? അശ്അരിയും മാതുരീദിയും. സ്വാലിഹുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കളങ്കമില്ലാത്ത ഹൃദയവും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ്. കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് 2 പ്രതിഫലമുണ്ട്. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങളെന്നാണ്. സ്വതക്കയുടെ പ്രതിഫലവും കുടുംബബന്ധം ചേർത്ത പ്രതിഫലവുമാണ്. തൻ്റെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളാണ് അയൽപ്പക്കം. ക്ഷമയേക്കാൾ ഹൈറും വിശാലവുമായ ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. പിന്നെയോ, ആപത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടാനാണ് ആര് ആഗ്രഹിക്കുക? നമ്മുടെ ശരീരം ആഗ്രഹിക്കുക. പുണ്യമുള്ള ദിവസമാണ് എന്ത്? ദുൽഹിജ്ജ 10 അറഫാ ദിനം. പുണ്യമുള്ള രാവാണെന്ത്? 2 പെരുന്നാൾ രാവുകളും വെള്ളിയാഴ്ച രാവും. ഖൈറിൻ്റെ വഴികൾ എന്ന് പറയുന്നത് എന്താണ്? തിന്മ തടയുക, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. ഇത് വളരെ കുറഞ്ഞ ലഘുവായിട്ടുള്ള ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ കൃത്യമായി വായിച്ച് നോക്കുക. ഓരോ ഏരിയയിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.